ചിരിച്ചും കളിച്ച് 40 വർഷം കടന്നു പോയത് നടന്നില്ല. ഇന്ന് നമ്മളുടെ ആപ്രാപ്ത വിവാഹവാസികള്. ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ടാവോ? അങ്ങനെ പറയല്ലേ അച്ചായ. മരണത്തിന് പോലും അച്ചായനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ല. അതല്ല അച്ചായ, ഈ വർക്കിച്ചില്ലെങ്കിൽ ഈ ത്രേസ്യാക്കുട്ടി ഇല്ല. ഈ ത്രേസ്യാക്കുട്ടി ഇല്ലെങ്കിലോ? അതിനൊക്കെ ആലോചിക്കണ്ടോ? അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അമ്മച്ചാവന്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നു. അതാവുമ്പോ ഒരു കുടുംബം പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാം. നമ്മുടെ മക്കളൊക്കെ വരാറായി. നമുക്ക് കല്യാണ കേക്കൊക്കെ എടുത്തിട്ട് വാ. നീ ഇവിടെ അപ്പച്ചൻ പോയില്ലേ? ഇല്ല. പിന്നെ എന്തിനാ എമർജൻസി വിളിച്ചു കൊടുത്ത്? ഇവിടെ കത്തിക്കാനായിട്ട് എമർജൻസി ലാഭമാണ്. അതുകൊണ്ട് പറയാനില്ല. ഞാൻ പറഞ്ഞു. തിരക്കല്ലേ? വെറോണിക്ക അവിടെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? അവക്ക് 10-14 ഭാഷ അവള് കൈകാര്യം ചെയ്യുള്ളൂ. 16 ഭാഷ അറിയാം. പിന്നെ സമ്മതിക്കണോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ അവിടെ എനിക്ക് വിഷയമാ. അപ്പച്ചന്റെ മോളെ എനിക്ക് 10 ഭാഷ തരാവുള്ളൂ. നിന്നെ വിളിച്ചിട്ട് അപ്പച്ചന്റെ അമ്മച്ചന്റെ നാട്ടുകാർക്ക് വിവാഹവാസികളുണ്ട്. അപ്പൊ എല്ലാവരും വിളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം. പോരും. അയ്യോ, വന്നു. ഇതാണ് നിന്റെ ആഗ്രഹം കണ്ടു പഠിക്കുന്നത്. എന്താ പ്രശ്നം? അവൻ ഓഫീസിലാണ്. മൊത്തമൊന്നുമില്ല, ഫുട്പാത്ത് മാത്രം. അതെ, അപ്പച്ചന്റെ അമ്മച്ചന്റെ 40 വിവാഹവാസികളും അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം തൊട്ട് പാഴാക്കുന്ന കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാൻ ഉദ്ഘാടനച്ചപ്പനുണ്ട്. കേക്കിൽ തൊട്ട് പോകരുത്. ഞാനില്ലാതെ കുമ്പസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും. കുർബാന നടത്തിയാൽ ക്ഷമിക്കും. ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല. ഫുഡിന്റെ പരിപാടി കഴിഞ്ഞില്ല. ദൂരെ പോകുക. നിന്നെ പോലെ ജീവികളാണെങ്കിൽ ഇപ്പൊ വരത്തുന്നത് ദൂരെ പോകും, ദൂരെ പോകും. അയ്യാക്കാൻ വവ്വാലല്ല, വക്കീൽ. വവ്വാലിലും വായുണ്ട്, വക്കീലിലും വായുണ്ട്. ഇനിയിപ്പോ വായുവിലൂടെ പറയുന്നത് നീ വായെടുത്ത് മാറി നിൽക്കുക. അല്ലെ ഞാൻ പോക്കാം. കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ പോത്താണെന്ന്. ഓ, ഒറ്റക്കെട്ടുമാരിൽ പോത്തുണ്ടോ? അതൊക്കെ കുഞ്ഞിനെ പോത്താൻ മാക്കാറ്റി പോകും. എങ്കിൽ മാക്കാച്ചി അവിടെ മാറി നിൽക്കും. അച്ഛോ, ഞങ്ങളുടെ കുടുംബം
ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ കുറിക്കട്ടെ. സെന്ററിൽ നിൽക്കോ, ഇങ്ങോട്ട് മാറി നിൽക്കോ, അടുത്ത് നിൽക്കാം. രണ്ടുപേരും ദൈവത്തെ നന്നാക്കി ധ്യാനിക്കുക, കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയെ പിടിക്കുക, 2 പീസ് കട്ട് ചെയ്യുക. ഒന്ന് കൂടി രണ്ടുപേരും ഓരോ പീസ് കയ്യിലെടുക്കും, 2 പീസും 2 കയ്യിലെടുക്കും. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കും. അത് ശരിയാകില്ലേ? ഇതിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിൽ വെക്കൂ, ഞാൻ ഇതെടുത്തോളാം. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർഗീച്ചായൻ അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല, അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറോണിക്ക അമേരിക്കൻ ലൈവിലുണ്ട്. അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കട്ടെ, അവർക്ക് ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ ഈ വർഗീച്ചിനെ പരിചയപ്പെടുന്നത് 1987-ലാണെന്ന് തോന്നുന്നു. 70-ല. അപ്പം 1977 ജോലി ചെയ്ത സമയത്ത് എന്നെ കാണാൻ വേണ്ടി പള്ളിമടിയിലേക്ക് ഈ വർഗീച്ചൻ എന്ന് പറയുന്ന ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കോപ്പ കട്ടുപറിച്ച് നീങ്ങവനാണ് ഈ വർഗീച്ചനെന്ന് പറഞ്ഞ വലിച്ചാടി. അന്ന് ഞാനും കപ്പിയാനും കൂടി ഒരു മത്സരത്തിലൂടെ ഈ വർഗീച്ചനെ ഞങ്ങൾ പിടിച്ചു, തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി, നാട്ടുകാരും തല്ലി. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തല്ലിക്കഴിഞ്ഞ് പോയപ്പോൾ ആ കെട്ടിടിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങ കട്ടവനാണ്. അങ്ങനെ കപ്പയും തേങ്ങയും കണ്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർഗീ പെരിച്ചാഴിക്ക് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതിലും വേണ്ട ഒരു റേറ്റെടുത്ത് അച്ഛൻ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം. എന്നാത്തിനോ? ഞാനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചു. ഭർത്താവേ, സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടിനെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി ശരി, വരാം. പട്ടി കടിക്കുമോ? അല്ല, അത് കടിക്കുമെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ വരാൻ പറഞ്ഞു. പട്ടിയിലേക്ക് പഠിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ വരത്തില്ല. അവിടെ അപ്പത്തിന് അമ്മച്ചിക്ക് എന്നാ ആഗ്രഹം വെച്ചാൽ പറഞ്ഞോ, എനിക്ക് സാധിച്ചു. അച്ഛൻ പറ. നീ പറഞ്ഞോ. അച്ഛൻ പറ. ആരൊക്കെ ഒന്ന് പറ. ഒരു ആഗ്രഹം പറയാനാണോ ജോലിയല്ലേ കല്യാണം കഴിച്ചത്? നമ്മുടെ കല്യാണം വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ കല്യാണം ഒന്ന് വീഡിയോയിൽ പിടിച്ചെനിക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്രേ. അതെ, നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹം. നിങ്ങളുടെ അമ്മച്ചിനെ ഞാൻ വിളിച്ചോട്ട് വന്നതാണ്. അപ്പൊ അക്കാലത്ത് വീഡിയോ ക്യാമറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണാം. വകുപ്പുണ്ട്. സെക്ഷൻ 426, 271, 326, 66. അങ്ങനെ അങ്ങ് പറഞ്ഞ പോലെ കടങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുകൂടെ ഒന്ന് വിളിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇതങ്ങനല്ല, ഇവന് വീണ്ടും വിവാഹം കഴിക്കണം. ഞങ്ങൾ വിവാഹം കഴിച്ചേക്കുന്നതാണല്ലോ. അല്ല, അത് സാരമില്ല. രണ്ടാമത് വിവാഹം കഴിക്കാം. അതെ, ഇപ്പോഴത്തെ ബന്ധോ? ഇപ്പോഴത്തെ ബന്ധം ഡിവോഴ്സ് ഒക്കെ നടക്കുമോ? പിന്നെ നടക്കും. ഇന്ന് രാവിലെ നടത്തിയിട്ടല്ലേ വന്നത്. നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് സാധാരണ? അതെ, കഴിഞ്ഞ 32 വർഷമായിട്ട് പെൺപിള്ള എന്നെ പാത്രം കൊണ്ടിരിക്കുക. പാത്രം കൊണ്ട് 32 വർഷമായിട്ട് പാത്രം കൊണ്ടിരിക്കുന്ന പാത്രം കൊണ്ടിരിക്കുക. ഇന്നാണോ ഡിവോഴ്സിന് പോയത്? അല്ല, അതെ, ഈ അടുത്ത കാലത്താണ് മുന്നേ കിട്ടിയത്. ഡൈവോഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കണം. നടക്കണ കേസാണ് ഇത്. പെട്ടെന്ന് വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കണല്ലോ. അങ്ങനെ ലവ് സീൻ പിടിക്കണം. അന്ന് എന്താ ചെയ്യുന്നത് പറയും. അപ്പൊ അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞേക്കാം. അച്ഛാരി ഇവിടെ അച്ഛനപ്പുറം
കക്ഷിക്കാരൻ ഈസ് നോട്ട് എ കുറ്റക്കാരൻ അതിൻ പ്രകാരം ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൈവോഴ്സ് അച്ഛായെന്ന് വിളിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുകയാണ്. അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്. അന്യ സ്ത്രീ അല്ലെങ്കിൽ അന്യ പുരുഷനെ അച്ഛായെന്ന് വിളിക്കാൻ തിരിസഭ സമ്മതിക്കില്ല. നിങ്ങൾ അടുത്തടുത്ത് നിന്നാൽ പോലും അത് അനാവശ്യമാണ്. അല്ല അന്യ ആൾക്കാരുടെ ചീത്തപ്പനുണ്ടാക്കുക ഞങ്ങളുടെ അമ്മച്ചിനെ കെട്ടണമെങ്കിൽ ഞങ്ങളുടെ പെണ്ണ ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന പെണ്ണാണ്, നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ചെറുക്കനാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരാളാണ് ഞങ്ങളുടെ പെണ്ണ്. അതിന് ചേർന്ന് കല്യാണമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു അമേരിക്കക്കാരന്റെ കുടുംബത്തിലുള്ള ഒരു ചെറുക്കനാണ് ഇരുന്നത്. എന്ത് തരും നിങ്ങളെ പെണ്ണുവിട്ട് പെണ്ണുവിട്ടാൽ എന്ത് തരും? ചെറുക്കൻ എന്നാണെന്ന് നന്ദി എന്ത് പണമുണ്ടായി ഈ പെണ്ണ് നിൽക്കുന്ന കാതകള ഉള്ള എനിക്കൊന്നും വേണ്ട, ഞങ്ങളെ കെട്ടിച്ചാ മതി. എന്താ പോട്ടി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ചെറുക്കൻ അപ്പത്തിട്ടാണ് വീട്ടിൽ മൂത്ത് ഞങ്ങൾ എന്തായാലും രണ്ടാമത് കെട്ടിയതാണ്. അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമ്പോ ആ മക്കൾക്ക് ഞങ്ങൾ ആ സ്വത്തുക്കൾ കൊടുത്തേക്കാം. നല്ല തീരുമാനം.